ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഫേസ്ബുക്കിൽ ഓണായി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ജേണി എങ്ങനെയായിരുന്നു എന്നും അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. എനിക്ക് നേടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും കൂടി നേടിയെടുക്കും. അപ്പോൾ ഗൈസ്, എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നതും. ഏകദേശം കറക്റ്റ് പറഞ്ഞാൽ 21ാമത്തെ ദിവസം തന്നെ എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിൽ നിന്നും ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷനൊക്കെ ഓൺ ആക്കാൻ പറ്റും എന്നുള്ള ഒരിതും ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് അന്ന് അറിഞ്ഞത് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. റീല്, അതുപോലെ തന്നെ പോസ്റ്റ്, പിന്നെ ഫോട്ടോസും സ്റ്റോറിയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു റീച്ചും ഒരു ലൈക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് അത് പറ്റത്തില്ല, നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഞാൻ വിചാരിച്ചു വേണ്ട, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇട്ട് നോക്കാം, അപ്പം എന്തെങ്കിലും ഒരു സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ 21 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരൊറ്റൊരു വീഡിയോ, ഒരൊറ്റൊരു റീല് മാത്രമാണ് എനിക്ക് ഫേസ്ബുക്കിൽ 1 ലാഖിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം എനിക്ക് അന്നേരം 50-100 വ്യൂസൊക്കെയാണ് കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് നിർത്താം, ഇതിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യം ഉണ്ടാകില്ല എന്ന്. പക്ഷെ എന്നാലും ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു, വേണ്ട, ഒന്നും കൂടിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, സക്സസ് ആവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇതിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങനെയാണ് ഒടുവിൽ കറക്റ്റ് 21ാമത്തെ ദിവസം തന്നെ എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഡെയിലി വീഡിയോസ് ഇടുക, അതുപോലെ തന്നെ സ്റ്റോറിയും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഒരിക്കലും നിർത്തിയിട്ട് പോകാൻ പാടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി നോക്കി, കണ്ടന്റ് മോണിറ്റൈസേഷൻ സെക്ഷനിൽ പോയി നോക്കിയപ്പോഴാണ് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം, അതുപോലെ തന്നെ ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ മാത്രമല്ല, നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫേസ്ബുക്ക് നമുക്ക് വീക്ക്ലി ടാസ്ക് നമുക്ക് തരുമായിരുന്നു. ആ വീക്ക്ലി ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം തന്നെയായിരുന്നു. നമുക്ക് വീക്ക്ലി എന്ന് പറയുമ്പം 20-15 റീൽസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഉണ്ടാകും. അപ്പം ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഒരു ടാസ്ക് അവിടെ പൂർത്തിയാക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ടാസ്കുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടു, ഒറിജിനൽ കണ്ടന്റ് മാത്രം ഇട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇട്ടിട്ടാണ് അവസാനം എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയത്. അപ്പം നിങ്ങളൊരു ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പറ്റില്ല എന്ന് വെച്ച് ഒരിക്കലും പോകാൻ പാടില്ല. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കും മോണിറ്റൈസേഷൻ ഓണായി കിട്ടും. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ അനുഭവം, എനിക്കുണ്ടായ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പലർക്കും പലതരത്തിലായിരിക്കും അനുഭവങ്ങളൊക്കെ. അപ്പം എൻ്റെ ഒരു വീഡിയോ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ബൈ.